നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ജോലി അച്ഛന്റെ ഏത് മക്കൾക്ക് വേണമെങ്കിലും ചെയ്യാലോ. മോനെന്താ ഉദ്ദേശിച്ചത്? ഈ ജോലി മഞ്ജു കേട്ടെ. മഞ്ജു? ആ മഞ്ജു തന്നെ. ചേട്ടാ ഞാൻ എങ്ങനെയാ? മഞ്ജു ഒരു പെൺകുട്ടിയല്ലേ മോനെ? അതിന് പോലീസിൽ ഇഷ്ടം പോലെ സ്ത്രീകൾ ജോലി ചെയ്യുന്നില്ലേ? അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നെക്കാളും ജോലിക്ക് ആവശ്യം അവൾക്കല്ലേ. പോരാത്തതിന് അവൾക്ക് മെന്റൽ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നും വേണ്ട. അച്ഛൻ മരിച്ച ഒഴിവിലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവൾക്ക് ജോലി കിട്ടിക്കോളും. മഹേഷ് മോന് എന്ത് നല്ല മനസ്സാന്ന് നോക്ക്. കിട്ടിയ സർക്കാർ ജോലി ഏതെങ്കിലും ഒരു ചേട്ടൻ അനിയത്തിക്ക് കൊടുക്കുവോ? ഇവനെയാണോ നിങ്ങൾ കുറ്റപ്പെടുത്തിയത്? അവനെ കൂടുതൽ അങ്ങ് പൊക്കല്ലേ. ചേച്ചിക്ക് പേടിയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നേ? ചേച്ചിയെ നിനക്ക് പരമാവധി ടോർച്ചർ ചെയ്യണോ അല്ലേ? ആണാണെന്ന് പറഞ്ഞു നടക്കാൻ നാണമില്ലല്ലോ നിനക്ക്. മഹേഷേ, അത് വേണ്ട. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റായി കാണുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഇതിനേക്കാൾ നല്ല ജോലി എന്തായാലും കിട്ടും. ഞാനൊരു MBA കാരനാ. അതിന് നീ MBA പാസ്സായിട്ടില്ലല്ലോ. ഞാൻ പാസ്സാവുകയും ചെയ്യും, ഇന്ത്യക്ക് പുറത്ത് ജോലി വാങ്ങുകയും ചെയ്യും. പാട്ടിലൊക്കെ ഡിഗ്രി എടുത്തവൾക്ക് എന്ത് ജോലി കിട്ടാനാ? ഇവൾക്ക് ഈ സർക്കാർ ജോലി ഒരു ലോട്ടറിയാ. എടാ, ഇവളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് ഇവളെ അറിയില്ലേ? അറിയാം. പേടിയുണ്ടെന്ന് പറഞ്ഞും അവള് കുറെ കാലമായി ബാക്കിയുള്ളവരെ പണിയെടുപ്പിച്ച് സുഖമായിട്ട് ജീവിക്കണം. കുട്ടിക്കാലം മുതലേ അച്ഛൻ ഇവളെ എല്ലാത്തിൽ നിന്നും സംരക്ഷിച്ചിട്ടാ വളർത്തിയത്. ഇനി അത് നടക്കില്ല. ജീവിക്കണമെങ്കിൽ പണിയെടുക്കണം. അല്ലാതെ അച്ഛൻ പോയപ്പോ ആ സ്ഥാനത്ത് എന്നെ ഇരുത്തി ഓസിന് ജീവിക്കാൻ ആരും വിചാരിക്കണ്ട. മഹേഷേ മോനെ, ഒന്നുകൂടി ഒന്ന് ആലോചിക്കടാ. അങ്ങളെ, എനിക്കൊരു തീരുമാനമേ ഉള്ളൂ, അത് മാറില്ല. ഒന്നെങ്കിൽ ഇവള് ജോലിക്ക് വരും, അല്ലെങ്കിൽ ഈ അവസരം വെറുതെ പോകും. അത്രേ ഉള്ളൂ. നിങ്ങള് അവനോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്ക്. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല അരവിന്ദാക്ഷ. അവനെല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ട. അവൻ ചേച്ചിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യുന്നേ. അച്ഛന്റെ കർമ്മം ചെയ്യാൻ പറ്റാത്തോണ്ട് നാട്ടുകാരുടെ മുന്നിൽ അവൻ നാണം കിട്ടില്ലേ? അതിന്റെ പകരം വീട്ടുന്ന. മഹിമ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ ഈ ജോലി കൈവിട്ടുപോയാ നിങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ എങ്ങനെയാ അങ്കിൾ? എനിക്കറിയാം മോളെ. എന്തായാലും ഞാൻ ഈ ഫോം ഇവിടെ വെക്കാം. മോള് ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. അമ്മേ, മഞ്ജു ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. മഹിമയില്ല, അച്ഛനുമില്ല. അമ്മ എങ്ങനെയെങ്കിലും അവളോട് സംസാരിച്ച് മനസ്സ് മാറ്റാൻ നോക്ക്. മോളെ, മഹേഷിന്റെ കാര്യം മോൾക്കറിയില്ലേ? ഒരു തീരുമാനം എടുത്ത പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും അതങ്ങ് മാറ്റില്ല. ഇനിയിപ്പോ ആ ജോലി മോള് ചെയ്യല്ലാതെ വേറെ വഴിയില്ലല്ലോ. എനിക്ക് എങ്ങനെയാ അമ്മായി പോലീസ് ആവാൻ പറ്റുക? എന്റെ കാര്യങ്ങളൊക്കെ അമ്മായിക്ക് അറിയില്ലേ? എന്തിനോടും ഏതിനോടും എനിക്ക് പേടിയാ. ഒരു പോലീസ് അങ്ങനെയാണോ വേണ്ടത്? അതൊന്നും മോൾ ആലോചിക്കണ്ട. എല്ലാ പോലീസുകാരും മാധവേട്ടനെ പോലെയാണോ? ഒരു ജോലിയും ചെയ്യാതെ ശമ്പളം മാത്രം വാങ്ങുന്ന എത്ര പേരുണ്ടെന്നറിയാമോ?
നമ്മുടെ അരവിന്ദാക്ഷി സാർ തന്നെ അങ്ങനെയല്ലേ? കൂടുതൽ ആലോചിക്കുമ്പോഴേ എല്ലാം ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നത്. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ? അത്രയ്ക്ക് ഈസി ആണെങ്കിലേ മഹേഷിനോട് ചെയ്യാൻ പറഞ്ഞ പോരെ. എന്തിനാ ചേച്ചിയുടെ പുറകെ നടന്ന് കെഞ്ചുന്നേ? ഞാൻ ആരുടെ അടുത്ത് കെഞ്ചിയതല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതേ ഉള്ളൂ. മാധവേട്ടന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് ശരിയും തെറ്റും പറഞ്ഞു തരാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. എന്താ ഇവിടെ? ദേ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്തടത്ത് ഉപദേശിക്കാൻ നിൽക്കരുതെന്ന്. അമ്മാവ വേണ്ട. അമ്മാവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അച്ഛൻ മരിച്ചിട്ട് ഇത്രയും ദിവസമായി. ഇതുവരെ ഇവിടുന്ന് പോവാതെ എന്തിനാ ഇവരിങ്ങനെ ഇവിടെ നിൽക്കുന്നേ? നമ്മുടെ വീട്ടുകാര്യങ്ങൾ ഇടപെടാനല്ലേ? അമ്മായിക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം പിടിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. ഡീ, നിന്റെ സംസാരം കുറെ കൂടുന്നുണ്ട്. ക്ഷമ നശിച്ച ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. വെറുതെ ബാജ് പഠിക്കല്ലേ അമ്മായി. ഇത് ഞങ്ങളുടെ വീടാ. പുറത്ത് നിന്ന് ആരും ഇവിടെ കയറി വന്ന ആളാവണ്ട. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? കേട്ടോടാ മോനെ, അമ്മായി നിനക്ക് വേണ്ടി സംസാരിച്ചേനെ ഇവളീ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നാ പറയുന്നത്. അതൊന്ന് കാണണമല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ ഇവരെ ഈ വീട്ടിൽ ഇറക്കി കാണിക്കും. മഹേഷേട്ടാ, അവൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തുദ്ദേശിച്ചിട്ടാണെങ്കിലും നിന്റെ കളികളൊന്നും ഈ വീട്ടിൽ നടക്കില്ല. അച്ഛനെ സോപ്പിട്ട് ഇതുവരെ ഈ വീട്ടിലെ തീരുമാനങ്ങളെല്ലാം നീയാണ് എടുത്തത്. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. ഞാൻ പറയുന്ന ഇവിടെ നടക്കൂ. എടാ, കുടുംബത്തിലെ കാരണവരാകാൻ ഇത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ആ ജോലി ചെയ്താ പോരെ. ഇവിടെ ഉള്ളവരെല്ലാം നിന്നെ ബഹുമാനിക്കും. അതെങ്ങനെയാ അമ്മാവാ? ചേട്ടന് ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാനും വയ്യ, ബഹുമാനം ഒട്ട് കുറയാനും പാടില്ല. നിന്റെ ബഹുമാനം കിട്ടാൻ വേണ്ടി പോത്തുപോലെ പണിയെടുക്കാനൊന്നും എന്നെ കിട്ടില്ല. മഞ്ജു, ഞാൻ നേരത്തെ പറഞ്ഞു, നിനക്ക് ഇതിനേക്കാളും നല്ല ജോലി കിട്ടില്ല. അച്ഛനായിട്ട് നിനക്ക് തന്ന അവസരമാണ്, അത് കളഞ്ഞ നീ ഒരുപാട് ദുഃഖിക്കും. അച്ഛന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. അച്ഛൻ ഒരിക്കലും ഞാൻ പോലീസ് ആവണമെന്ന് ആഗ്രഹിക്കില്ല. എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. മഞ്ജു, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. വെറുതെ ചേച്ചിയെ പറ്റിക്കാൻ നോക്കലേടാ. നിന്റെ പ്ലാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചിയെ ജോലിക്ക് വിട്ട് ആ ശമ്പളം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാനല്ലേ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കണ്ട. ഇവള് ജോലിക്ക് പോയില്ലെങ്കിലേ നീയും പട്ടിണിയാവും, അത് മറക്കണ്ട. ഞാൻ പട്ടിണി കിടക്കില്ല. നിന്നെ പോലെ അനങ്ങ മടിയുള്ള ആളല്ല ഞാൻ. നല്ല ആരോഗ്യമുണ്ട്, പണിയെടുത്ത് ജീവിക്കും. ഇതൊക്കെ പറയാൻ എളുപ്പമാ മഹിമേ. ചെയ്യാനും എളുപ്പമാണ്. ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ടായാൽ മതി. പിന്നെ നിങ്ങളാരും പേടിക്കണ്ട. പട്ടിണി കിടന്നാലും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വരില്ല. വായിച്ചി.